നമസ്കാരം. ദൈവദശകം ടിവിയുടെ ഗുരുചിന്തനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കരകവിയൻ. കൊടുത്തൂക്കി മലയിലും നെയ്യാറിന്റെ തീരത്തുമുള്ള ഗുഹകളിൽ മാറി മാറി തപസ്സനുഷ്ഠിക്കുകയായിരുന്നു ഗുരുദേവ്. വന്യമൃഗങ്ങൾ മാത്രമായിരുന്നു അവിടെ മഹാഗുരുവിന് കൂട്ടിനുണ്ടായിരുന്നത്. അക്കാലത്ത് യാതൊരു ബന്ധവും പുറം ലോകവുമായി ഗുരുദേവൻ പുലർത്തിയിരുന്നില്ല. ധ്യാനവും ചിന്തയും കൂടി നിന്നിരുന്ന ആ നാളുകളിൽ ആത്മസഞ്ചാരത്തിലായിരുന്നു മഹാഗുരു ഏറെ നേരവും. പലതായി പിരിഞ്ഞു നിൽക്കുന്ന ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ നിത്യമല്ലാത്തതിനെ നിത്യമെന്ന് കരുതി അവയെ പ്രാപിക്കുവാൻ നടത്തുന്ന പ്രാണശ്രമങ്ങളെ കുറിച്ചോർത്ത് ഗുരുദേവൻ വ്യസനിച്ചു. ഇല്ലാത്തവയെ കൈയെടുക്കുവാൻ മനുഷ്യൻ വ്യഥാ പരിശ്രമിക്കുന്നത് കണ്ടിട്ടാണ് ഗുരുദേവൻ പരിതപിച്ചത്. ഉള്ളത് ഇല്ലാത്തതുമായും ഇല്ലാത്തത് ഉള്ളതുമായി കലർന്നു നിൽക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഇല്ലാത്തതിനെയാണല്ലോ എല്ലാവരും അറിയുവാൻ ശ്രമിക്കുന്നത് എന്ന് ഗുരുദേവൻ ചിന്തിച്ചു. ഉള്ളതിനെ കണ്ടെത്താൻ അറിയാത്ത മനുഷ്യവർഗത്തിന്റെ അജ്ഞതയെ ഓർത്ത് ഗുരുദേവൻ ജ്ഞാനത്തിലേക്കുള്ള പല വഴികളും തുറന്നിട്ട് വെറും നാമരൂപങ്ങളായി കാണപ്പെടുന്നവയിൽ രമിച്ചും ലയിച്ചും കളിയാടുന്ന ഇന്ദ്രിയങ്ങളെ ലാളിച്ചും പീഡിപ്പിച്ചും രസിക്കുന്ന മനസ്സുമായാണ് മനുഷ്യൻ നടക്കുന്നതെന്ന് ഗുരുദേവൻ കണ്ടു. ആ പരവലിയെ അറിയാനും അനുഭവിക്കാനും മനുഷ്യന് കഴിയണം. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്റെ സുഖത്തിനായി വരയണം. ആ ചിന്തയുടെ ഇടവേളയിൽ എപ്പോഴോ മൃഗേന്ദ്രമുഖം എന്ന വൃത്തത്തിൽ ഒരു പദ്യം ഗുരുദേവൻ കുറിച്ചിട്ടു. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്തു പുറത്തു മുജ്ജ്വലിക്കും. കരുവിന് കണ്ണുകൾ അഞ്ചുമുള്ള മടക്കി തെരുതെര വീണു വണങ്ങിയോതിടേണം. ദിവസങ്ങൾ കഴിയവേ പദ്യങ്ങളുടെ എണ്ണം പെരുകി പെരുകി വന്നു. ഒടുവിൽ 100 പദ്യങ്ങളായപ്പോൾ ഉപനിഷത്ത് പോലെ ആത്മാനുഭൂതിയുടെ കരകവിയുന്ന ഒരു അമൂല്യ കൃതിയായി അത് മാറി. ആ കൃതിയാണ് ആത്മബോധമെന്ന് ആദ്യകാലത്തും ആത്മോപദേശ ശതകം എന്ന് പിൽക്കാലത്തും പ്രസിദ്ധമായി തീർന്നു. ഓം ശിവായ നമഃ.